പോയേക്കാലോ? ആ രണ്ടാഴ്ച ഓഫ് റോഡ് വന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങനെ റൂട്ട് ഉണ്ടായിരുന്ന ഒന്ന് പോയേക്കും. കല്ലും മുള്ളും താണ്ടി നടക്കും. മല നിറഞ്ഞ കാര്യമില്ല, മൂന്നവിടെ കിടക്കും. പിന്നെ നോർമൽ റോഡാണ്. നോക്കിയേക്കാം. ദിനക്ക് 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 ദിന അതാ ഐസ് ഹെവി 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 ക്രൂയിസർ. അതിന് എക്സ്പൾസ് തന്നെ വേണം മോനെ. കയറൂല, ഇടാലോ മനസ്സ് വേണം എന്നാ കയറാം. ഇത് ചെറിയ റോഡല്ല. ദിസ് ഈസ് ടു ബിഗ് ബ്രോ. ഇത് എടുക്കുമ്പോഴത്തേനെ ഓഫാവുണ്ട് പേടിച്ചിട്ട്. എൻ്റെ എൻ്റെ ഒരു കയറ്റിയ അത് കാലിലെത്തത്. ഇത് സീനാക്കലോ. ഇതിങ്ങനെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട്? അത് എക്സ്പൾസ് ഇന്നലത്തെ എക്സ്പൾസ് ആണ് ഉണ്ടെങ്കിൽ ഒരൊറ്റ സ്ട്രെച്ചിനാണ് പോകണം. യൂണിക്കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. യൂണിക്കോണൊക്കെ ആയിരുന്നു. നേടി ചവിട്ടുമ്പോൾ തന്നെ നിൽക്കൂല. ഇതാണ് തോന്നി. ഇത് കയറി ഇന്ന് പോണം. എന്തായാലും ഇത് പൊക്കും. എങ്ങനെ ഇതാ മറ്റേ ടൈപ്പ് കല്ലാണ്. ഇതിങ്ങനെ പോണെങ്കിൽ നീച്ചെന്നാണ് പോണം. ഇതിനെല്ലാം എക്സ്പൾസ് എന്തെങ്കിലും കൊണ്ടിട്ടേ. നടക്കൂല. ഇതിനാണ് ഞാൻ പറഞ്ഞ ഈ സാധനം നടക്കൂല. മറ്റേ വീണാലോടെ ഇട്ടാലോ, ഇത് നടക്കൂല. ഇത് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സൈഡിക്ക് കൊണ്ടു വിചാരിച്ചിട്ട്. ആ സൈഡിക്ക് പ്രത്യേകിച്ച് ഇത് പെട്ടെന്ന് കൊണ്ടാവും ഈ മണ്ണേ. വണ്ടി തോറ്റു. വണ്ടി തോറ്റു പറഞ്ഞാൽ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ അവിടെ കൊണ്ട് ഇടേണ്ടി വരും. ഇപ്പോൾ ഇടാൻ വയ്യ. കാരണം അടുത്തൊരു സാധനം ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വെറുതെ ഇത് ഇനി വർക്കിന് കയറ്റാൻ താല്പര്യമില്ല. നമ്മളെ പൊന്നൂർശ്ശിയിൽ പണ്ട് ഉരുൾ പൊട്ടിയില്ലേ, ആ ഏരിയ ഇട്ടത് കണ്ടോ. അതിങ്ങനെ ഇവിടുത്തെ ഫുള്ളും മണ്ണ് രണ്ട് സൈഡത്തെ അങ്ങനെ അത് കൂടി പാറക്കെട്ടുകൾ അടി കൂടി അങ്ങനെ അടിക്ക് ഒലിച്ചാണ് അറിയിക്കുന്നത്.
കംപ്ലീറ്റ് ഇവിടെ തന്നെ പോയിട്ട് അടിയിൽ പോയി ഡംപായിരിക്കണം. എന്നാൽ വീടുകൾ 2-3 വീടുകൾക്കൊക്കെ ആയല്ലോ ആ ഏരിയ. അവിടെ നിന്ന് നോക്കുമ്പോഴേ വ്യൂ കേട്ടത്. ടൗണൊക്കെ ഫുള്ള് കാണാം. മണി സ്റ്റാൻഡിൻ്റെ അടുത്ത മല, അതാണ് നമ്മളെ മുന്നിലേക്ക് കാണുന്ന 2 കുന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് ടൗണ് നേരെ കാണുമോ ഇല്ലെങ്കിൽ. അങ്ങോട്ട് എത്തിപ്പെട്ടുണ്ടെങ്കിൽ നല്ല ഓഫ് റോഡാണ്. വണ്ടിയൊക്കെ താഴോട്ട് പോകുന്നില്ലേ. അത് കണ്ട അവിടെ ഒരു നടുവിലൊരു കുണ്ട് പോലെ തോന്നില്ലേ, അതായത് ആ ഏരിയ. ഞാൻ ഈ ചുവരിലെ ചൂണ്ടി ഏരിയ ഉണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് പൊട്ടിപ്പോയിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഫുള്ള് ഒലിച്ചു പോയി. ഈ ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ടെൻറ്റിങ് സൗകര്യം കൊടുക്കാൻ പറ്റിയ ഏരിയ, അടിപൊളിയാവും. ഇതൊക്കെ സ്ഥലം കേട്ടോ, ഓല മൊത്തത്തിലുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടി വെട്ടിയ റോഡാണ്. ഇതിക്കൂടെയൊക്കെ ഏത് ഓട്ടോറിക്ഷയും പോരും പറഞ്ഞ മാതിരി പോരും. പക്ഷെ ഇങ്ങോട്ട് എത്താല്ലേ ആ താഴെ 2 ഏരിയ, അത് 1.5 ഏരിയ. ഓഫ് റോഡ് ഏരിയ പിരാന്തന്മാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പോയിക്കോളി വന്നിട്ട്. മേലേക്ക് എത്തിയുണ്ടെങ്കിൽ ഓരോന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഓർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കാനേ. അജാതി കുത്ത് പറഞ്ഞ പേരും കുത്ത് അന്തം വിടും. ഇതങ്ങോട്ടുണ്ടോ വലത്തേക്ക്, അത് വേറെ ഏതോ റോഡാട്ടോ. ലെഫ്റ്റിക്കാണ് നമ്മൾ ഈ മണ്ണിടിച്ചിലുണ്ടായ റോഡ്. ഇത് ഇറങ്ങാട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയും പോരും, ഇതൊക്കെ എങ്ങനെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് കയറി പോരും. ഗ്യാപ്പുണ്ട്. പക്ഷേ കുറച്ചുകൂടെ പോകുന്നതിന് ഇതിൻ്റെ കളി മാറും. പൾസ് റാലി എടുത്താൽ കയറി പോരുമെന്നില്ല എന്നെ സംശയം. പോരണം, ആ ലെവലിക്ക് പഠിക്കണം. വേണ്ട തുടങ്ങാണ് കേട്ടോ, പരിപാടി തുടങ്ങാം. കണ്ടോളി, ഓഫ് റോഡ് പിരാന്തന്മാരുണ്ടെങ്കിൽ കണ്ടോളി. എൻ്റെ അമ്മോ, ഇതല്ലൊരു വളവിറങ്ങി. ഇടയ്ക്ക് പിന്നെയും വലിയ സീനില്ല, പക്ഷെ ഇതാ തുടങ്ങണതാ, പിന്നെയും തുടങ്ങണതാ. ഇനി അങ്ങോട്ട് ഫുള്ള് സീനാ. ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ അടിയെത്തിയിട്ടേ അവിടുന്ന് മേലേക്ക് ഒരു ഷൂട്ട് കാണിച്ചു തരാം. നടക്കുമ്പോൾ തന്നെ നല്ല ഗ്രിപ്പില്ല, ഹൈക്കിങ് ഷൂ ഇല്ലെങ്കിൽ തന്നെ പോവില്ല കേട്ടോ. നാട്ടത് ഈ ഷൂ ആവണ്ട കേട്ടോ കയറി പോയിട്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കും. നല്ല ആക്ഷൻ ഉണ്ടാവുകൊണ്ട് നൈക്കിൻ്റെ. അപ്പോൾ നടന്നു നോക്കാം. വീണ്ടും 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 നല്ല കുത്തലുണ്ട് കേട്ടോ, ഫുള്ള് പൊടിമണ്ണും. മണ്ണിങ്ങനെ വല്ല പുട്ട് കുഴക്കണ മാതിരി ഇങ്ങനെ കല്ലിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ച മാതിരി ആയിരിക്കും വണ്ടികൾ പോയി. ഓഫ് റോഡ് വണ്ടികൾ പോയിട്ടേ ജീപ്പുകളൊക്കെ, കാരണം ഓല് ഫുള്ള് ഇളക്കി മറിച്ച് പോകും. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഇളകി കിടക്കുക. മണ്ണ് അത്യാവശ്യം ഒരടിക്ക് മണ്ണ് ഇളകി കിടക്കുകയാണ് ഇങ്ങനെ. വീണ്ടും ഇങ്ങനെ പോവാം. ഇവിടെ എന്തൊരു മാർക്കിങ് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ? അതിപ്പോൾ അടുത്തൊരു ആകാശത്തെ കൂടി അളവെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലേ, സർവേ, ഡിജിറ്റൽ സർവേ, എന്താ അറിയില്ല, അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ചെയ്താൽ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഏറ്റവും റിസ്കി ആയിട്ടുള്ള കയറ്റാണ് ഇപ്പം ഞാൻ കാണിച്ചതെന്ന്. ഇനി സെക്കൻഡ് ഒന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടത്. സാറ് വീടെടുത്ത് പോകുന്നുണ്ട് കുഞ്ഞിൽ. ഇത് 1.5 സാധനം തന്നെയാണ്. ഇത് കയറിയിട്ട് വേണം സെക്കൻഡിലേക്ക് എത്താൻ. ഫസ്റ്റിന്
അത്യാവശ്യം നല്ല കുത്തും നല്ല പുട്ടുപൊടി. നമുക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയും കുത്തനാവുകൊണ്ട് നിന്നാ അങ്ങനെ മുന്നിക്ക് പോരുക. തോറ്റു അത് ഷുവർ. അത് ഈ സാധനം ഇത് റോട്ടിൽ കൂടി തന്നെ നടക്കുള്ളൂ. റോട്ടിൽ കൂടി പക്ഷെ റോട്ടിൽ ഞങ്ങൾ പുല്ലിടാ. ചെറിയ പരിപാടിക്ക് ഞങ്ങൾ റെഡിയാ. ചെറിയ പരിപാടിക്ക് ഞങ്ങൾ റെഡിയാ. പക്ഷെ ഇത് ഞങ്ങൾ കുറച്ച് റിസ്ക്. ഞങ്ങൾ കുറച്ച് തടി കൂടുതലാ, വെയിറ്റ് കൂടുതലാ. അത് ഞാൻ പറയണില്ല, തൂക്കിക്കേണ്ടി വരും. അടുത്ത നമുക്ക് വേറൊരു ഇവനക്ക് പറ്റിയൊരു പുലിക്കുട്ടനുമായി വീണ്ടും വരാം. അപ്പോൾ തോറ്റുപോയിന്ന് വിചാരിക്കണ്ട, പുട്ടുമണ്ണ തിരിച്ചു വരും, കീഴടക്കും, നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇനി അതിന് പറ്റിയൊരു മെഷീനായിരിക്കും നമ്മൾ കൊണ്ടുവരിക. അതുകൊണ്ട് നമ്മൾ മേലോട്ട് വരെ എത്തും. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കയറി വരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ഓഫ് റോഡ് ലൊക്കേഷൻ നമുക്ക് പുതുതായി കിട്ടി. ഇനി ഇത് എങ്ങനെയെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്നൊരു മെഷീനോട് ഇത് വന്ന് നമ്മൾ കവർ ചെയ്യും. ഒരു ചലഞ്ചായി പോയിരിക്കാം ഈ സാറിനോട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.